കേരളത്തിലെ ജനജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ വൈദ്യുതിയുടെ വിതരണം, അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വ യോഗങ്ങൾ, ജനപ്രതിനിധികളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃയോഗങ്ങൾ ജില്ലാ തലങ്ങളിൽ നടത്തിവരികയാണ്. അതിലെ 12ാമത്തെ ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ യോഗം ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ MP, സമദാനിയും MLA മാരും ജില്ലാ കളക്ടറും വൈദ്യുതി മേഖലയുടെ പ്രധാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, മന്ത്രിമാരായിട്ടുള്ള MLA മാരുടെ പ്രതിനിധികൾ, മറ്റ് വരാൻ അസൗകര്യമുള്ള MLA മാരുടെ പ്രതിനിധികൾ, ഇവരെല്ലാവരും പങ്കെടുത്ത ഒരു 2 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ഇവിടെ നടന്നത്. മലപ്പുറം ജില്ല പ്രത്യേകമായിട്ട് അഭിമുഖീകരിക്കുന്ന ചില പ്രയാസങ്ങളും പൊതുവിലുള്ള വൈദ്യുതി വിതരണ രംഗത്തെ പ്രയാസങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്തു. പ്രധാനമായിട്ടും ഉയർന്നു വന്നത് മലപ്പുറം പാക്കേജ്, വൈദ്യുതിയുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മലപ്പുറം പാക്കേജ് നടപ്പിലാക്കുന്നതിൽ വരുന്ന കാലതാമസം, ചില സാങ്കേതിക തടസ്സങ്ങളാണ്. അതിൻ്റെ ടെൻഡർ അക്സെപ്റ്റൻസിൽ വരുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വേഗത്തിൽ പരിഹരിച്ച് മലപ്പുറം പാക്കേജ് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗത്തിൽ നിന്ന് ചർച്ച വന്നു, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തിൻ്റെ ജനസംഖ്യയും വിസ്തൃതിയും കണക്കിലെടുത്തുകൊണ്ട് 2 കാര്യങ്ങൾ. പുതിയ സബ്സ്റ്റേഷൻസ് വേണം, അതിൻ്റെ പ്രപ്പോസൽസ് ഉണ്ട്. ചിലത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കൂടുതൽ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് പരിശോധിക്കും, പരിഗണിക്കും. പിന്നത്തത് കൂടുതലായിട്ട് കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകൾ, 10-30,000-ലധികം കൺസ്യൂമേഴ്സ് ഉള്ള സെക്ഷൻ ഓഫീസുകളിൽ അവർക്ക് ആവശ്യത്തിന് സമയബന്ധിതമായിട്ട് സേവനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടും പുതിയ സെക്ഷൻ ഓഫീസുകൾ ആരംഭിച്ചുകൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, ഈ വിഷയങ്ങൾ. പിന്നെ കൂടുതൽ ലൈൻ വരിക, അതുപോലെ തന്നെ കൂടുതൽ ട്രാൻസ്ഫോമറുകൾ വേണം, ഉള്ള സബ്സ്റ്റേഷനുകളുടെ വിപുലീകരണം, ഇതൊക്കെയാണ് ഈ യോഗത്തിൽ പൊതുവിൽ ചർച്ച വന്നത്. ഓരോ നിയോജകമണ്ഡലം വൈസായിട്ടുള്ള ആവശ്യങ്ങൾ MLA-മാരിവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. MLA-മാരുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വൈദ്യുതി സംബന്ധിച്ച കാര്യങ്ങൾക്കുള്ളൊരു കമ്മിറ്റി നേരത്തെ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയെ റിവൈവ് ചെയ്ത് പുനഃസംഘടിപ്പിച്ച് പുതിയ MLA-മാരുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി ആവശ്യഘട്ടങ്ങളിൽ യോഗം ചേർന്ന് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിയുന്നത്ര യോഗം ചേർന്ന് അതാത് നിയോജകമണ്ഡലങ്ങളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ഇവിടുത്തെ വൈദ്യുതി വകുപ്പിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറും എല്ലാ ജനപ്രതിനിധികളും കൂടി പങ്കെടുത്തുകൊണ്ട് ജില്ലാതല യോഗം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേർന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിൻ്റെ പുരോഗതിയും അതുപോലെ തന്നെ പുരോഗതി ഇല്ലാത്ത കാര്യങ്ങളും അവലോകനം ചെയ്ത് ആവശ്യമായ നടപടികൾക്കായിട്ട് അങ്ങനെ യോഗം ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. വൈദ്യുതിയെ ഒരു ജനസൗഹൃദ മേഖലയാക്കി വൈദ്യുതി ബോർഡിൻ്റെയും വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ പീപ്പിൾ ഫ്രണ്ട്ലി, ജനസൗഹൃദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ജനപ്രതിനിധികളുടെ കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇന്നത്തെ യോഗത്തിലെ തീരുമാനം. നന്നായിട്ട് തന്നെ പങ്കാളിത്തമുണ്ടായി, നല്ല ചർച്ചകൾ നടന്നു. തീരുമാനങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മലപ്പുറം പാക്കേജിൽ കുറെ കാലതാമസം വന്നിട്ടുണ്ട്. അതിന് ചില കാര്യങ്ങൾ സാങ്കേതിക തടസ്സങ്ങളാണ്. മെയിനായിട്ട് ഈ ഒരു കരാറിലെ ടെൻഡർ വരുമ്പോൾ വലിയ സംഖ്യ എബോവ് ആയിട്ട് കാണിക്കുന്നു. 60% വരെ എബോവ് ആയിട്ട് ഒരു കരാറിലെ ടെൻഡർ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ റീ ടെൻഡർ വരും. നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലോക്കൽ കോൺട്രാക്ടേഴ്സുമാർ കുറവാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ചില കാര്യങ്ങൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ടത് ബോർഡാണെങ്കിൽ ആ തരത്തിലുള്ള ആവശ്യമായ നടപടികളും സ്വീകരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലപ്പോഴും മലയാളികളായിട്ടുള്ള കോൺട്രാക്ടർമാർ ഇപ്പോൾ റോഡ് വർക്കിന് നമുക്ക് കിട്ടും, പാലം പണിയാൻ നമുക്ക് കിട്ടും. റോഡോ പാലം പോലെയല്ല, ഇതിന് കുറെ കൂടി ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം, കോൺട്രാക്ടേഴ്സ് വേണം, അതിൻ്റെ സൂപ്പർവിഷൻ ആളുകൾ വേണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ കുറവാണ്. അവരെ ആകർഷിക്കാനും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചവർ കുറേ പേര് പോയി. ഈ മേഖല മാത്രമല്ല, പല നിർമ്മാണ മേഖലയിലൊക്കെ വരുന്നത് തെരഞ്ഞെടുപ്പിന് പോയ മറ്റ്
സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്ത എക്സ്പെർട്ടൈസ് ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിലാളി ഉൾപ്പെടെയുള്ളവർ പോയിട്ട് മടങ്ങി വരാത്ത കുറേ കേസുകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കഴിയുന്നത്ര ആളുകളെ കണ്ടെത്താനും കേരളത്തിന് വെളിയിലുള്ള നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാക്കാനും പരമാവധി പരിശ്രമിക്കും. പിന്നെ ടെൻഡറിൻ്റെയും അതിൻ്റെ പ്രൊസീജിയറിൽ ഗവൺമെൻറ് ഇടപെടുന്നതിന് പരിധിയുണ്ട്. അതിന് ചില കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ടേ ടെൻഡറുകൾ പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രയാസം. ആലോചിക്കാം.